മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ, ഇറാൻ തോൽക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണി ബാലകൃഷ്ണൻ ചെയ്ത വീഡിയോയുടെ ഒരു തമ്പ. ഇറാൻ തോൽക്കില്ല എന്ന് ആരായി പറയുന്നത്? ഉണ്ണി ബാലകൃഷ്ണൻ. എന്തടിസ്ഥാനത്തിലായി വിളിച്ചു പറയുന്നത് എന്ന് തീരെ മനസ്സിലാവുന്നില്ല. ഞാൻ ഏതായാലും ഈ പറഞ്ഞതൊക്കെ എത്രത്തോളം പച്ചക്കള്ളമാണ് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഭാഗം ഇവിടെ കൊടുക്കാം. നിങ്ങൾ അതൊന്ന് കേട്ടു. ഇറാനോടൊപ്പം നിശബ്ദ പങ്കാളിയായ ഒരു രാഷ്ട്രം കൂടി നിലയെടുത്തിട്ടുണ്ട്. ആ പങ്കാളി രാഷ്ട്രത്തിന്റെ പേര് ചൈന എന്നാണ്. ചൈന വളരെ സൂക്ഷ്മമായിട്ടാണ് കാര്യങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറാന്റെ പരമാധികാരത്തെ സംരക്ഷിക്കാൻ എന്തും ചെയ്യും എന്ന് ചൈന പ്രഖ്യാപിച്ചിട്ടുണ്ട്. എങ്കിൽ കൂടി നമുക്കറിയുന്നത് പോലെ ഇന്ത്യയും പാകിസ്ഥാനുമായുള്ള യുദ്ധത്തിൽ ഓപ്പൺ ആയിട്ടാണ് ചൈന പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തത്. അത്തരത്തിൽ ഓപ്പൺ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഇതുവരെ ചൈന ഇറാന് പ്രഖ്യാപിച്ചിട്ടില്ല. എങ്കിൽ കൂടിയും വളരെ നിങ്ങൾ കേട്ടില്ലേ, ഇറാൻ തോൽക്കില്ല എന്ന് പറയുന്ന വീഡിയോയിൽ വന്നിട്ടുള്ള ഓരോ കാരണങ്ങളാ. എന്തും ചെയ്യാൻ തയ്യാറായിട്ട് ചൈന നിൽക്കുന്നു എന്ന്. ഏത് ചൈന? നമ്മൾ ഓപ്പറേഷൻ സിന്ദൂര്, നമ്മുടെ രാജ്യം ഓപ്പറേഷൻ സിന്ദൂര് നടത്തിയ സമയത്ത് പാകിസ്ഥാന് വേണ്ടി ആയുധങ്ങൾ കൊടുത്ത് പാകിസ്ഥാനോടൊപ്പം തോളോട് തോളു ചേർന്ന് നമ്മുടെ രാജ്യത്തിനെതിരെ ആയുധങ്ങൾ പ്രയോഗിച്ചിട്ടുള്ള ചൈന. ആ ചൈനയും ചൈനീസ് ആയുധങ്ങൾക്കും എന്തായിരുന്നു സംഭവിച്ചത്? നമ്മുടെ ആയുധങ്ങൾ, നമ്മുടെ സൈനിക സംവിധാനങ്ങൾ ചൈനയുടെ ആയുധങ്ങൾ അടിച്ചങ്ങ് തകർത്തു. ആ തകർന്ന് തരിപ്പണമായി വീണതിൽ കണ്ടിട്ടുള്ളത്, ലോകം കണ്ടതാണ്, ഒരുപാട് തകരപ്പെട്ടികൾ ഇങ്ങനെ വീണതായിരുന്നു. ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത ആയുധങ്ങളാണ് ചൈനയുടെ കയ്യിൽ എന്ന് ലോകം തന്നെ തിരിച്ചറിഞ്ഞ നിമിഷം ചൈനക്ക് യുദ്ധം ചെയ്തിട്ടുള്ള യാതൊരു പരിചയമില്ല. അത് സകല ആളുകൾ തിരിച്ചറിയേണ്ടതാ. പാകിസ്ഥാനൊപ്പം കളത്തിലിറങ്ങി നമ്മുടെ രാജ്യത്തിനെതിരെ അവരുടെ ആയുധം പ്രയോഗിച്ചിട്ട് ആ ആയുധത്തെ നമ്മൾ തകർത്തതൊക്കെ തന്നെ ഇസ്രായേലും അമേരിക്കയ്ക്ക് ഇത് കാണൂലേ, ലോകം മൊത്തം തന്നെ ഇത് കാണൂലേ. ഇതൊക്കെ തന്നെ പ്രതീക്ഷിച്ചിട്ട് ഇപ്പോഴും ഉണ്ണിയൊക്കെ പറയുന്നത് ചൈന ഇറങ്ങുമെന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ, പാകിസ്ഥാനൊപ്പം ഇറങ്ങിയതുപോലെ ഇറങ്ങിയിട്ടില്ല എന്ന്. ഇറങ്ങിയാൽ തന്നെ ഇന്ത്യ ചൈനയുടെ ആയുധങ്ങൾ തകർത്തതുപോലെ തന്നെ ഇസ്രായേൽ സൈനിക സംവിധാനങ്ങൾ അതങ്ങ് അടിച്ചു നിരത്തോ? അല്ലെങ്കിലും ഇസ്രായേലൊക്കെ, ഉണ്ണിയൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണോ, ഉണ്ണിയൊക്കെ ചിന്തിക്കുന്നതിനും 1000 മടങ്ങ് അപ്പുറം നിന്നിട്ടല്ലേ ഇസ്രായേൽ ഒരു യുദ്ധത്തിനൊക്കെ പുറപ്പെട്ടിട്ടുണ്ടാവുക. ലേശൊരു കോമൺ സെൻസ് വെച്ച് ഇതൊക്കെ ഒന്ന് ചിന്തിച്ചുകൂടെ? ഇറാൻ തോൽക്കില്ല എന്ന് പറയുന്നതിനോട് ഒരു ലളിതമായ ചോദ്യമുണ്ട്. ഇറാൻ ഇനി എങ്ങോട്ടാ തോൽക്കാനുള്ളത്? ഇനി ഇറാൻ തോൽക്കാനുണ്ടോ? ഇനി ഇറാൻ പരാജയപ്പെടാനില്ല. ഇറാന്റെ പരമോന്നത നേതാവ് അലി ഖമേനിയെ ഇസ്രായേൽ തീർത്തു. അതോടുകൂടി തന്നെ ഇറാൻ തോറ്റു കഴിഞ്ഞു, പരാജയപ്പെട്ടു കഴിഞ്ഞു. ഇനി ലളിതമായിട്ട് ഓരോ മലയാളിയും ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി കൊല്ലപ്പെട്ടാൽ ഇസ്രായേൽ തീർന്നു എന്ന് തന്നെയല്ലേ വിലയിരുത്തുക? അതേപോലെ തന്നെയല്ലേ ഇപ്പൊ സംഭവിച്ചിട്ടുള്ള ഇറാന്റെ പരമോന്നത നേതാവ്. ഏത് പരമോന്നത നേതാവ്? ലോകം മൊത്തം ഭീകരവാദികളെ പോറ്റി വളർത്തിയ ഹിസ്ബുള്ള എന്ന ഭീകര സംഘടനയെ, ഹൂത്തി എന്ന ഭീകര സംഘടനയെ, ഹമാസ് എന്ന ഭീകര സംഘടനയെ, ഇറാഖിൽ നിരവധി ഭീകര സംഘടനകൾ, ഇങ്ങനെ ലോകം മൊത്തം ഭീകര സംഘടനകളെ പോറ്റി വളർത്തിയിട്ടുള്ള അലി ഖമേനിയ കൊല്ലപ്പെട്ടത്. അത് ഇറാൻ പരാജയപ്പെട്ടത് തോറ്റിടത്ത് തന്നെയാ. തോറ്റിരിക്കുന്നു. പിന്നെ എന്ത് തോൽക്കില്ല എന്നാ ഈ ഉണ്ണിയൊക്കെ വിളിച്ചു പറയുന്നത്? പ്രത്യേകം ഓരോ മലയാളിയും മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം മുന്നോട്ട് വെക്കാം. ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം നമ്മുടെ കേരളത്തിന്റെ അത്ര വലുപ്പം പോലില്ല. കുറച്ച് ജില്ലകൾ, നമ്മുടെ കേരളത്തിലെ കുറച്ച് ജില്ലകൾ കൂട്ടി വെച്ചാലുള്ളൊരു അത്ര സ്ഥലമേ ഈ പറയുന്ന ഇസ്രായേൽ എന്ന രാജ്യമുള്ളൂ. അവരാണ് ഈ ലോകം മൊത്തം ഭീകരവാദത്തെ പോറ്റി വളർത്തിയ ഒരു പരമോന്നത നേതാവ് എന്നറിയപ്പെടുന്ന ഖമേനിയാണ് തീർത്തത്. എന്നിട്ട് ഉണ്ണിയൊക്കെ ഏത് രീതിയിലായി തോൽക്കില്ല? ഇതാരെയായി സുഖിപ്പിക്കുന്നത്? ഉണ്ണി ബാലകൃഷ്ണനൊക്കെ ഏറെക്കുറെ കേരളത്തിലെ ജിഹാദികൾ പോലും ഇറാന്റെ പരാജയം സമ്മതിച്ച് ആ സമയത്താണ് ഉണ്ണി ചാടി വീണിട്ട് പരാജയപ്പെടില്ല, തോൽക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തുള്ളുന്നത്. ഈ ഉണ്ണി പറയുന്നതിൽ തന്നെ അതിന്റെ ഉത്തരം നമ്മളിവിടെ കൊടുത്തില്ലേ. ഈ പറയുന്ന ഇറാൻ തോറ്റു കഴിഞ്ഞു. ചൈന ഏത് രീതിയിൽ ഈ പറയുന്ന ഇറാന്റെ കൂടെ കൂടിയാലും ഇസ്രായേൽ അതൊരു പ്രശ്നമേ അല്ല.
ഈ കമേനിയെ തീർത്തു കഴിഞ്ഞാൽ ആരൊക്കെ എവിടെ നിന്നൊക്കെ എങ്ങോട്ടൊക്കെ ഇറങ്ങുമെന്ന് ഇസ്രായേൽ ഒരു 1000 തവണ കണക്കുകൂട്ടലുകളൊക്കെ ആയിട്ടല്ല ഇസ്രായേൽ ഇതിന് ഇറങ്ങുക. വ്യക്തമായിട്ട് ഇറാന്റെ ആകാശത്ത് ഇന്നും ഇസ്രായേലിന്റെ പോർ വിമാനങ്ങളാണുള്ളത്. ഈ ഉണ്ണി പറയുന്നുണ്ട് ഈ ചൈന എന്തൊക്കെയോ കൊടുത്ത് ഇറാൻ എന്തൊക്കെയോ സംഭവമായത്. യഥാർത്ഥത്തിൽ ഈ സമയത്ത് പോലും ഇസ്രായേലി പോർ വിമാനങ്ങള് ഇറാന്റെ തലസ്ഥാന നഗരിയൊക്കെ കീഴടക്കി കഴിഞ്ഞതാ. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് IDF കുറച്ച് കാര്യങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. എവിടെയൊക്കെയാണ് ഇസ്രായേൽ തകർത്തത് എന്ന്. ഇസ്രായേലി സൈന്യം ഇറാനിൽ തകർത്ത പ്രധാനപ്പെട്ട കുറച്ച് സ്ഥലങ്ങൾ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നിട്ടുള്ളതാ. ഇവിടെ ഉണ്ണി ബാലകൃഷ്ണനൊക്കെ പറയുന്നോ ഇസ്രായേൽ എന്തോ പരാജയപ്പെടാൻ പോകുന്നു, ഇറാൻ തോൽക്കിൽ. എന്തൊക്കെയാണ് ഈ ഉണ്ണിയൊക്കെ വിളിച്ചു പറയുന്നത്? IDF ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തുവിട്ടിട്ടുള്ളത് ഞാനത് വായിച്ചു കേൾപ്പിക്കാം. IRGC ആസ്ഥാനം ഇസ്രായേലി സൈന്യം അടിച്ചു തകർത്തു. ഇന്റലിജൻസ് ഡയറക്ടറേറ്റ് ആസ്ഥാനം ഇസ്രായേലി സൈന്യം അടിച്ചു തകർത്തു. മാസിജ് ആസ്ഥാനം അടിച്ചു തകർത്തു. ഖുദ്സ് ഫോഴ്സ് ആസ്ഥാനം, ആഭ്യന്തര സുരക്ഷാ സേനയുടെ ആസ്ഥാനം, സൈബർ വാർഫെയർ ആസ്ഥാനം, പ്രതിഷേധങ്ങളെ അടിച്ചമർത്താൻ ഉത്തരവാദിത്തമുള്ള ആഭ്യന്തര സുരക്ഷാ യൂണിറ്റിന്റെ ആസ്ഥാനം. ഇതൊക്കെ തന്നെ ഇസ്രായേലി സൈന്യം അടിച്ചു തകർത്തതിന്റെ കണക്കുകൾ ഇസ്രായേലി സൈന്യം ഇങ്ങനെ പുറത്തുവിടുക. ഇപ്പോഴും ഇറാൻ എന്തോ മലമറിക്കും. നിലവിലെ സാഹചര്യം എന്താ? ഗൾഫ് രാജ്യങ്ങളൊക്കെ തന്നെ ഈ പറയുന്ന ഇറാനെതിരെ, ഈ നാറ്റോ സഖ്യം ഇറാനെതിരെ. ഇസ്രായേൽ ഒരു ഭാഗത്ത് നിന്ന് അവസരം മുതലെടുത്ത് അടിച്ചോണ്ടിരിക്കുക ഇറാൻ. പിന്നെ ഇറാന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ പറയുന്ന ഇറാനെ അങ്ങ് മുച്ചോട് മുടിപ്പിക്കുന്നല്ല. ഇറാനിലെ മതഭ്രാന്തന്മാരുടെ ഭരണകൂടത്തെ അടിച്ചു തകർത്തിട്ട് സമാധാനം ആഗ്രഹിക്കുന്ന ഒരു സംവിധാനത്തെ അവിടെ സ്ഥാപിക്കുക എന്നുള്ളത് മാത്രം. അല്ലാതെ ഇസ്രായേൽ സ്വാഖ്യാനതൊക്കെ തീർക്കല്ല. ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എത്ര സുന്ദരമായിട്ടാണ് ഇറാനിയൻ ജനതയോട് പ്രസംഗം നടത്തിയത്. ഇറാനിയൻ ജനതയോട് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിങ്ങൾ തന്നെ തെരുവിലിറങ്ങോ, നിങ്ങൾ തന്നെ തെരുവിലിറങ്ങോ. ഞങ്ങൾ ഒരിക്കലും ഇറാനിയൻ ജനതയ്ക്ക് എതിരെയല്ല എന്ന് ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചിട്ടില്ലേ? അതിലൂടെയെങ്കിലും ഈ ഉണ്ണിക്കൊക്കെ ഒന്നും മനസ്സിലായിക്കൂടെ? ഇവിടെ കുറെ സോഷ്യൽ മീഡിയയിൽ ജിഹാദി അനുകൂല ആളുകളൊക്കെ ഒരുപാട് മണ്ടത്തരങ്ങൾ, അലി ഖമേനി ആരോ ഫോണിൽ വിളിച്ചിരുന്നു, എന്തൊക്കെ മണ്ടത്തരങ്ങൾ ഇവിടെ ആളുകൾ വിളിച്ചു പറയുന്നുണ്ട്. ഇവന്മാരെ നേരിട്ട് വിളിച്ചു പറഞ്ഞിടത്തായിരിക്കും. അവന്മാരൊക്കെ ഇവിടെയുള്ള ജിഹാദികൾ സോഷ്യൽ മീഡിയയിൽ തോന്നുന്ന പോലെ പൊട്ടത്തരം പറയുന്നുണ്ട്. അതൊക്കെ നമുക്ക് പോട്ടെ നേരത്തെ. ഈ ഒരു പ്രമുഖ മാധ്യമ പ്രവർത്തകരൊക്കെ എന്തിനാണ് ഉണ്ണിയ ഇജാതി പച്ചക്കള്ളം പറയുന്നത്? ആർക്ക് വേണ്ടിയിട്ടാ? ഒന്നുമില്ലെങ്കിലും നമ്മൾക്കൊപ്പമുള്ള ലക്ഷക്കണക്കിന് മലയാളികള് ഈ പറയുന്ന ഗൾഫ് രാജ്യങ്ങളിലില്ലേ? ആ ഗൾഫ് രാജ്യങ്ങളിലേക്കല്ല ഇറാൻ ആക്രമണം നടത്തുന്നത്. എന്നിട്ടും ഇറാന് വേണ്ടിയിട്ട് ഇറാൻ ആർക്കായി പ്രതീക്ഷ കൊടുക്കുന്നത്? ഇറാനിന് തോൽക്കാനില്ല എന്നുള്ളത് ഉണ്ണി ആദ്യം മനസ്സിലാക്കുക. ഒരു രാജ്യത്തിന്റെ പരമോന്നത നേതാവ്, പരമോന്നത അധികാരി കൊല്ലപ്പെട്ടതോട് കൂടിയിട്ട് ആ രാജ്യത്തിന്റെ മുനയൊടിഞ്ഞു. ഇനി അവിടെ മതഭ്രാന്തന്മാരുടെ ഭരണകൂടത്തെ വളരെ പെട്ടെന്ന് തുടച്ചു നീക്കാനുള്ള കാര്യങ്ങളാണ് ഇസ്രായേൽ തകൃതിയായിട്ട് ഇറാനിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇറാന്റെ തലസ്ഥാന നഗരിക്ക് മുകളിലൊക്കെ ഇസ്രായേലി പോർ വിമാനങ്ങളാണ് ഇപ്പോഴും ഉള്ളത്. ഇതൊക്കെ അറിഞ്ഞിട്ട് ഉണ്ണിയൊക്കെ എന്തിനാ ഉണ്ണിയെ ഒരു ഉളുപ്പുമില്ലാതെ കേരളത്തിലെ ജിഹാദികൾക്ക് ഇങ്ങനെ വെള്ളവും വളവും കൊടുത്ത് അവരെ ഇങ്ങനെ ഇവിടെ വളർത്തി നാട്ടിൽ ഭിന്നിപ്പോ നാട്ടിൽ സമാധാനം ഇല്ലാണ്ടാക്കാൻ ഇജാതി മാധ്യമ പ്രവർത്തനമൊക്കെ നടത്തുന്നത്?